ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റൈസ് മുഹമ്മദ്. ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മഹീന്ദ്രയുടെ XUV 400 ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ എറണാകുളം പോവുകയാണ് നമ്മളൊരു കസ്റ്റമറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം പോണ വഴിക്കുള്ള കാര്യങ്ങൾ, അതേപോലെ നമ്മൾ EV കൊണ്ടാണല്ലോ പോകുന്നത്. അപ്പം ഒരു EV കൊണ്ട് അത്യാവശ്യം വലിയ ലോങ്ങൊന്നുമല്ല, എന്നാൽ പോലും കുറച്ചൊക്കെ ലോങ് യാത്ര ചെയ്യുന്ന സമയത്ത് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മൾ ആസ് യൂഷ്വൽ നമ്മളെ കൂടെ ജസീമിക്ക് ഉണ്ട്. ജസീമിക്ക് കൂടെ വെയിറ്റിങ്ങിലാണ്. ജസീമിക്ക പോവല്ലേ? ഓക്കെ, ജസീമിക്ക ഉണ്ട്, അതേപോലെ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം സമയം ഇപ്പോൾ ഏകദേശം 5:53 ഇറങ്ങില്ല. നമ്മൾ 5 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തായിരുന്നു. അതെ, ഓക്കെ, എന്തായാലും ഇറങ്ങാം. നമ്മൾ വണ്ടി ഇന്നലെ ചാർജിനിട്ട് പോയത് കേട്ടോ. ഓക്കെ, വണ്ടി നമ്മൾ ഇന്നലെ ഓവർനൈറ്റ് മൊത്തം ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഫുള്ളായിട്ടില്ല, ഏകദേശം ഒരു 86% മറ്റെന്തോ ആണുള്ളത്. അപ്പോൾ അവർ ജസീമിക്ക് കയറിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മളെന്തായാലും ഇറങ്ങാൻ പോകും കേട്ടോ. ഇനിയിപ്പോൾ അധികം ലേറ്റ് ആയി കഴിഞ്ഞാൽ ടൈം എത്താൻ ലേറ്റ് ആവും. പക്ഷേ ഒരു ഹൈ പറയും. ഇത് ശരി, നമ്മളെ എന്താ പറയുക, ഫ്രണ്ടാണ്. ഓക്കെ, എന്നാൽ പോവാം. എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 88. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 88% കേട്ടോ. 245 കിലോമീറ്ററാണ് റേഞ്ച്. ഓക്കെ ഗൈസ്, അങ്ങനെ സമയം ഇപ്പോൾ 6:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 മണിക്കൂർ നമ്മൾ ഓടിയിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വളയംകുളം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ സമയം ഏകദേശം 7:20. നമ്മളിപ്പം നമ്മളെ ശോഭാ സിറ്റി കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കാം കേട്ടോ. നമ്മൾ ഹോട്ടൽ ആര്യാസ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കിയതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ അക്ഷയും ജസീമിക്കും അങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ ഉള്ളിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. ജസീമിക്ക ഫോട്ടോ എടുക്കാം. അക്ഷയ എന്താടാ പറഞ്ഞത്? അങ്ങനെ ഭക്ഷണം കഴിച്ച് ഇറങ്ങി കേട്ടോ. ജസീമിക്ക ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളി. പിന്നെ രാവിലെ നമുക്ക് പൂരിയാണ് താല്പര്യം. അതെ, വെജിറ്റേറിയനിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി പൂരി ഉണ്ടല്ലോ. ഞങ്ങൾ രണ്ടാളും നല്ല പൂരിയും ഇതൊക്കെ കഴിച്ചു. അക്ഷയ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നടാ? അഭിപ്രായം പറയേ. ഫുഡൊക്കെ സെറ്റാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും നമ്മളിനി ഇറങ്ങാണ്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചെയ്തിട്ടു. വേറെ വണ്ടി നല്ല വാഷൊക്കെ ചെയ്ത് സെറ്റാക്കിയതായിരുന്നു അല്ലേ. വേറെ പ്രശ്നമൊന്നുമില്ല. ജസീമിക്ക് വണ്ടി എടുക്കണേ. ചാവി വേണ്ടേ? അപ്പോൾ അല്ലേ നമ്മളെവിടെ എത്തിയ ജസീമിക്ക? നമ്മളിന്ന് നിയർ പാലിയേക്കര ടോളിൻ്റെ അടുത്ത് എത്തിട്ടോ. ഇപ്പോൾ സമയത്ത് 8 മണി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നേരം അക്ഷയായിരുന്നു ഓടിച്ചിട്ടുണ്ടായിരുന്നു. അക്ഷയ് ഇപ്പം ബാക്കിൽ കയറി. നമ്മൾ ഇത്രയും സമയം എന്താ വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ ഒന്ന് ഓൺ ആവാനുള്ളൊരു ടൈം എടുത്തു അല്ലേ. അതെ അതെ. ഇപ്പോൾ എല്ലാവരും ഓൺ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് 86% എന്തോ ആയിരുന്നു. 245 കിലോമീറ്ററോ. ഇപ്പോൾ ഏകദേശം 150% അല്ല 50% 150 കിലോമീറ്റർ ആണ് കേട്ടോ ഇപ്പോൾ റേഞ്ച് ഉള്ളത്. അപ്പോൾ എത്ര കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടിയുണ്ട് ടോട്ടല്? ഏകദേശം 120-120 ആ ഒരു റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര കിലോമീറ്റർ? കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ. ഏകദേശം എത്താറായിട്ടുണ്ടല്ലേ. ഏകദേശം ഒരു 50-ന്റെ ഉള്ളിലുണ്ടാവുള്ളൂ. അതെ, നമുക്ക് തിരിച്ചു വരാനുള്ള റേഞ്ചും ഉണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ സേഫ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ എത്തി നമുക്ക് ഉള്ള ഒരു ടൈമിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ. അതെ അതെ, അവിടുന്ന് ചാർജ് ചെയ്തിട്ട് പോരാണെങ്കിൽ സേഫ് ആയിട്ട് നല്ലത്. കാരണം നമ്മൾ EV ആണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പുകൾ നമ്മൾ പെട്രോൾ ഡീസൽ വണ്ടികളെ പോലെയല്ല. പക്ഷേ EV ആണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകണം. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ എറണാകുളം പോവുകയാണെങ്കിൽ നമ്മളെവിടെയെങ്കിലും സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോട്ടലിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ചാർജിങ് സ്റ്റേഷൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ നമ്മൾ ആ കയറുന്ന ടൈമിൽ ഇപ്പോൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂർ ചാർജ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല അതാണ്. മറ്റേത് പിന്നെ നമ്മൾ പെട്ടെന്ന് ഇത്രയും കിലോമീറ്റർ ഓടാണ്ട് പിന്നെ ചാർജ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷനാവും. അതെ, അപ്പോൾ സേഫായിട്ട് EV ആകുമ്പോൾ എപ്പോഴും സേഫായിട്ട് പോകുന്നതാണ് നല്ലത്. പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ എവിടെയും കുടുങ്ങാതെ സുഖമായിട്ട് സേഫായിട്ട് എത്താൻ പറ്റും. നോർമൽ പെട്രോൾ ഡീസൽ പോലെയല്ല, നമുക്ക്
ടൈം എടുക്കും ചാർജ് ചെയ്യാൻ. അതുകൊണ്ട് വെച്ചാൽ ആ ഒരു റേഞ്ച് ആങ്സൈറ്റി ഉണ്ടാവും. ചാർജ് കുറയോ അല്ലെങ്കിൽ ഇപ്പം ഒന്നും വേണ്ട. നമ്മളിപ്പം എറണാകുളം പോയിട്ട് തിരിച്ചു വരുമ്പോൾ മലപ്പുറം അല്ല, കുറച്ചും കൂടെ പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് കോഴിക്കോട് പോകണം തോന്നി കഴിഞ്ഞാൽ മാത്രമല്ല, പിന്നെ നമ്മൾ ഈ ഡ്രൈവിംഗിനനുസരിച്ച് ഇപ്പൊ നമ്മൾ അത്യാവശ്യം സ്പീഡിലാണ് പോകണമെന്നുണ്ട്, അതിനനുസരിച്ച് പിന്നെ റേഞ്ചിൽ വ്യത്യാസം വരും. ഇപ്പൊ നമ്മള് നോർമലി കമ്പനി പറയുന്ന രീതിയിൽ ഇപ്പൊ നമ്മള് ഈ 300 കിലോമീറ്റർ അല്ലെങ്കിൽ 320 കിലോമീറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഓടിക്കുന്ന രീതിയുണ്ട്. ആ സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ റേഞ്ച് കിട്ടും. നേരെ മറിച്ച് നമ്മൾ സഡൻ ആക്സിലേഷൻ അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് പോണത് പിന്നെ റേഞ്ച് കിട്ടണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും വ്യത്യാസം ഉണ്ടാവും അത്ര സ്പീഡിലൊക്കെ പോകുമ്പോൾ. നോർമലി നമ്മൾ കറക്റ്റ് കമ്പനി പറഞ്ഞ രീതിയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനി പറഞ്ഞ രീതി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പീഡുണ്ട്, ആ സ്പീഡിൽ തന്നെ ഓടിച്ച് നമുക്ക് എന്തായാലും അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല റേഞ്ച് കിട്ടും. ഇപ്പം നമ്മൾ നിലവിലിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മോഡ് ഏതാ? നമ്മൾ ഡ്രൈവിലാണ്, ഡീലാണ് ഓടുന്നത്. എന്ന് പറഞ്ഞാൽ ലൈവ്ലി മോഡ് റീജനറേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നടക്കുന്ന മോഡ്. അത് കുറച്ചും കൂടെ റീജൻ. അത് മാത്രമല്ല, അത് സിംഗിൾ പെഡൽ ഡ്രൈവ് ആണ്. ഇപ്പൊ നമ്മള് ഡ്രൈവിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മള് ആക്സിലേറ്ററിന് കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു മെല്ലെ ബ്രേക്ക് പിടിച്ചൊരു ഫീലിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ ബ്രേക്കിംഗ് കുറച്ചും കൂടെ കുറച്ചിട്ട് എല്ലിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബ്രേക്കിംഗ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കംഫർട്ടായിട്ട് ഓടിക്കാനും പറ്റും, റേഞ്ച് കൂടും ചെയ്യും. കുറച്ചുകൂടെ റേഞ്ച് കൂടുതൽ തിരിച്ചു കിട്ടും. അതെ, കൂടുതൽ ശരിക്കും ഇത് നമ്മൾ വലിയ ഒരുപാട് മാറ്റമൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മാക്സിമം ഇപ്പം കൂടുതൽ ഇത് എഫക്ട് ചെയ്യാവിടെ വെച്ച് കഴിഞ്ഞാൽ കുറേ കയറ്റവും ഇറക്കമൊക്കെ ഉള്ള റോഡുകളാണ്. കാരണം ആ കയറ്റം കയറുന്ന സമയത്തുള്ള ആ ഒരു റേഞ്ച് കൂടുതൽ പോകുന്നത് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തിരിച്ച് റീജൻ ആയിട്ട് കിട്ടും. അതെ, പിന്നെ ഹൈവേയിൽ പിടിക്കുമ്പോൾ പിന്നെ നോർമലി ഡ്രൈവിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടായിട്ട് പോവാം. അതെ അതെ. നമ്മളെ വണ്ടികളൊക്കെ യൂണീക്ക് ആണല്ലേ. റോഡ് പ്രസൻസിന്റെ കാര്യത്തിൽ മഹീന്ദ്രന്റെ അഭിപ്രായം എന്താണ്? കാരണം ഓരോ വണ്ടിക്കും ഒന്നുമില്ല, ജസ്റ്റ് നമ്മളിപ്പം ലോങ് എന്ന് കാണുമ്പോൾ തന്നെ 700 ആണെങ്കിൽ ആ DRL കൊണ്ട് അറിയാൻ പറ്റും, 300 ആണെങ്കിൽ ആ DRL കൊണ്ട് അറിയാൻ പറ്റും, താറാണെങ്കിൽ പിന്നെ പറയണ്ട. 700 ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഇത്രയും റോഡ് പ്രസൻസ് ഉള്ള വേറെ വണ്ടി ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ആ സെഗ്മെന്റിൽ ഏറ്റവും വലിയ DRL ആണ്. അപ്പം എത്ര ലോങ് എന്ന് വരികയാണെങ്കിലും വണ്ടി നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് 700 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര ഒരു ഫീലാണ് വണ്ടി എന്ന് പറയുമ്പോഴേ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വണ്ടി ഏകദേശം 2 ലക്ഷം യൂണിറ്റ് ഓൾറെഡി സെയിലിൽ. ഇപ്പോൾ 2021 700 ഇറങ്ങിയിട്ട് 2 ലക്ഷം യൂണിറ്റ് ഓൾറെഡി സോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും നല്ല രീതിയിൽ വണ്ടി ഇറങ്ങുന്നുണ്ട്. ഞാനൊക്കെ ശരിക്കും വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ EV ഒക്കെ നമ്മളെ ഇറക്കി വന്നു. മഹീന്ദ്രയിലൊക്കെ EV വന്നപ്പോഴേ അല്ലെങ്കിൽ ടാറ്റയിലൊക്കെ EV വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് EV എടുക്കാനുള്ള ടൈം ആയിട്ടില്ല. അല്ലെങ്കിൽ EV ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ഡ്രൈവോ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാവില്ല. റേഞ്ചിന്റെ ആങ്സൈറ്റി അല്ലെങ്കിൽ റേഞ്ചിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അങ്ങനെ എമർജൻസി സിറ്റുവേഷനിലൊക്കെ എന്തെങ്കിലും പ്രശ്നമാവുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ EV നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് പോയാൽ മനസ്സിലാവും EV നമ്മൾ സാധാരണ പെട്രോള് അല്ലെങ്കിൽ ഡീസൽ വണ്ടീനെ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് പ്ലാൻ ചെയ്ത് പോയാൽ മതി. പിന്നെ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ XUV 400 ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 39-40 യൂണിറ്റാണ് ഒറ്റ ഫുൾ ചാർജിങ്ങിന് വരിക. അതിൽ നമുക്ക് ഏകദേശം ഒരു 300 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് 400 രൂപക്ക് 300 കിലോമീറ്റർ ഓടാൻ പറ്റും. പെർ കിലോമീറ്റർ ഏകദേശം ഒരു 1.3 പൈസ. അത്രേ വരുള്ളൂ. 1 രൂപ 3 പൈസ. അതെ, അല്ല അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ ഒരു ഡീസൽ വണ്ടിയോ അല്ലെങ്കിൽ പെട്രോൾ വണ്ടിയോ നോക്കുമ്പോൾ ഭയങ്കര എത്രയോ ഇരട്ടി ബെനിഫിറ്റ് അല്ലേ നമുക്ക് ഇപ്പോൾ EV ഉപയോഗിക്കുമ്പോൾ കിട്ടുക. പിന്നെ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് സർവീസ് കോസ്റ്റ്. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10,000 കിലോമീറ്ററിൽ ചെക്കപ്പാണ് വരുന്നത്. അതിൽ നോർമലി ഇപ്പോൾ റേസിന് അറിയുണ്ടാവും, ഒരു കസ്റ്റമർ മുമ്പ് 10,000 സർവീസിന് വന്നപ്പോൾ അയാൾക്ക് ആകെ കോസ്റ്റ് വന്നത് 250 രൂപയാണ്. അപ്പോൾ ആ ലെവലിലാണ് നോർമലി കോസ്റ്റ് വരിക. പിന്നെ നമ്മൾ ഇപ്പോൾ ബ്രേക്ക് പാഡ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പാർട്സ് ചേഞ്ചിങ്ങും മാത്രമേ, AC ഫിൽറ്റർ അങ്ങനത്തെ കാര്യം. അതെ, നോർമലി ഇപ്പോൾ നമ്മളൊരു ബ്രേക്ക് ഫ്ലൂയിഡ് ഇതൊക്കെ ആകെ ചെലവ് വരുന്നുള്ളൂ. അതെ, ഇതിലിപ്പോൾ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ലോങ് ആയിട്ട് പോകുന്ന സമയത്ത് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഇപ്പോൾ എത്ര ടൈം ആയിട്ടുണ്ടാവും വണ്ടിയിലിരിക്കുന്നത്? ഒരു 5 മണിക്ക് 5:30 ഇറങ്ങി 8:40. ഇത്രയും ടൈം കൊണ്ട് നമുക്ക് യാത്ര ചെയ്തതിന്റെ ആ ഒരു ക്ഷീണോ അല്ലെങ്കിൽ കംഫർട്ടിലെ പ്രശ്നമോ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ മെയിൻ എനിക്ക് ഞാൻ എന്താ വെച്ചാൽ പൊതുവെ ഡ്രൈവിങ് ഞാൻ വലിയൊരു ഓവർ സ്പീഡ് എടുക്കുന്ന ആളല്ല. നോർമലി ഒരു സ്പീഡ് നോർമലി ഒരു കസ്റ്റമർ പോലെ അല്ലെങ്കിൽ ഓടിച്ചു പോകുന്ന ഒരാളാണ്. പക്ഷേ ഇതിൽ ഓട്ടോമാറ്റിക് പറയുമ്പോൾ എല്ലാവർക്കും ഓട്ടോമാറ്റിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ പെട്രോൾ വണ്ടി അല്ലെങ്കിൽ ഡീസൽ വണ്ടി എന്ന് വരുമ്പോൾ EVയിലോട്ട് വരുമ്പോൾ
ഓട്ടോമാറ്റിക്കിന്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ പക്ക ഓട്ടോമാറ്റിക്, ഒരു ലാഗും ഉണ്ടാവില്ല, സ്മൂത്ത് ഡ്രൈവ്. കാരണം നമുക്ക് ഡയറക്റ്റ് ഡ്രൈവ് ആണ്, ഡയറക്റ്റ് ഗിയർ ബോക്സ് ആയിട്ട് വരുന്നില്ല. ഗിയർ ബോക്സ് അല്ലെങ്കിൽ ടോർക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ നമ്മൾ ഒന്നും നടക്കണില്ലല്ലോ. ഡയറക്റ്റ് നമ്മൾ ആക്സിലറേഷൻ കൊടുത്താൽ നേരെ വീലിലേക്ക് പോണ പോലത്തെ ഫീലിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് തീരെ ലാഗ് ഇല്ല, ഭയങ്കര രസമാണ് ഓടിക്കാൻ. പിന്നെ അതെ അതെ, ലേഡീസിനൊക്കെ ആണെങ്കിൽ ഭയങ്കര എന്താ പറയാ, അവർക്ക് കൊണ്ടെടുക്കാനൊക്കെ സുഖമാണ്. പിന്നെ നമുക്ക് അവർക്ക് എൽമോഡ് ഇട്ട് ഓടിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ EV നല്ല ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഈ ലേഡീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളെ EVന്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പവറാണ്. അതെ, നല്ല പവറുണ്ട്. അത് ഏകദേശം 150 PS പവറും 310 Nm ടോർക്കും. അതെ, അപ്പോൾ അത്രയും പവർ വരുമ്പോൾ ഇപ്പം ലേഡീസൊക്കെ യൂസ് ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് പോകുമെന്നുള്ള പ്രശ്നങ്ങളൊക്കെ, അല്ലെങ്കിൽ അത്രയും പവർ പേടിയുള്ള ആളുകളുണ്ടാവും. അതെ, പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ഫൺ മോഡിലാണ് ഇത്രയും ടൈം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൺ മോഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും പവർ കുറഞ്ഞിട്ടുള്ള മോഡ്. എന്നാൽ തന്നെ കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ല സിമ്പിളായിട്ട് കയറി പോവുകയും ചെയ്യും. പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രൈവ് മോഡ് മാറ്റിയിട്ട് ഫിയർലെസ്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പവറാണ്. അത് ശരിക്കും ഇതിൻ്റെ ഒരു ഇത് വിശേഷിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ലക്ഷറിയസ് സെഗ്മെൻറ്റിൽ, അതായത് 20 ലക്ഷത്തിനുള്ളിൽ ബജറ്റ് വരുന്ന വണ്ടികളിൽ ഫാസ്റ്റസ്റ്റ് ആക്സലറേറ്റിംഗ് കാർ ആണ് XUV 400. കാരണം 8.3 seconds ആണ് ഇത് 0 to 100 എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം വലിയ മറ്റു വണ്ടികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലത് 3 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡ് 5 സെക്കൻഡിലൊക്കെ കയറി പോകുന്ന വണ്ടികളുണ്ട് EVയിൽ തന്നെ. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ 60 ലക്ഷം 70 ലക്ഷം 80 ലക്ഷം രൂപ കൊടുക്കണം. പക്ഷേ ഈ ഒരു 20 ലക്ഷത്തിനുള്ളിലായിട്ട് ഇപ്പം ഇതിന് ഓൺ റോഡ് ഏകദേശം 18-19 ലക്ഷത്തിനുള്ളിലായിട്ടാണ് നമുക്ക് എമൗണ്ട് കോസ്റ്റ് വരുന്നത്, ഓൺ റോഡ് എമൗണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റഗറി വണ്ടികളിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും ആക്സലറേഷൻ, ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ആക്സലറേറ്റ് ചെയ്യുന്നൊരു വണ്ടി വേറെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇതിപ്പം EV ഇപ്പം നമ്മളിപ്പോൾ ഈ സെഗ്മെന്റിൽ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് മെയിൻ അഡ്വാൻറ്റേജ് ഒന്ന്, ഇത് ലെങ്ത് 4200 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് അതേപോലെ ഇന്റീരിയർ സ്പേസ് ക്യാബിൻ സ്പേസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് തന്നെ നല്ല വിശാലമായിട്ടുള്ള ക്യാബിനാണ്, നമുക്ക് അത്രയും ഒരു ഇടുങ്ങിയൊരു ഫീലില്ല. പിന്നെ നമ്മൾ 2600 വീൽ ബേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പിന്നെ ബാക്കിലുള്ള ആളുകൾക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കുക. അതേപോലെ ബൂട്ട് സ്പേസ് വരുന്നത് 378. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് ബൂട്ടാണ് വരുന്നത്. അത്യാവശ്യം യാത്രയൊക്കെ പോകുന്ന ആളുകൾക്ക് ലഗേജും കാര്യങ്ങളും ഒക്കെ ക്യാരി ചെയ്യാനും പറ്റും. പിന്നെ യാത്രാ കംഫർട്ട്, ഇപ്പം യാത്ര ചെയ്യാനാണെങ്കിലും ഇപ്പോൾ ബാക്ക് സീറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നല്ല സ്പേഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശാലമായിട്ട് നല്ല സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ യാത്രാ കംഫർട്ട് കൊണ്ട് ഒരാൾ ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? പക്ഷേ കംഫർട്ടിന്റെ കാര്യം പറയുമ്പോഴേ മെയിനായിട്ട് പറയേണ്ടത് ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതെ, പിന്നെ കംഫർട്ടിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ FSD എന്ന് പറഞ്ഞ സസ്പെൻഷനാണ് വരുന്നത്. അതായത് ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പിങ്. നമ്മളിപ്പം ഹൈവേയിലാണെങ്കിലും അല്ലെങ്കിൽ കുറച്ചൊരു റഫ് റോഡിൽ മോശം വഴിയിൽ പോകുമ്പോൾ സസ്പെൻഷൻ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് വലിയൊരു ഷേക്കിംഗ് ഇല്ലാത്ത രീതിയിൽ നല്ല കംഫർട്ട് ചാടുമ്പോൾ ഇമ്പാക്ട് മാക്സിമം വണ്ടി എന്ത് ചെയ്യും സോഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് അത് അത്രത്തോളം ഉള്ളിലേക്ക് ആ ഒരു ഇമ്പാക്ട് കിട്ടൂല. അതെ, മെയിനായിട്ട് ഇപ്പോൾ ഈ റംബിൾ സ്ട്രിപ്സ് ഉണ്ടല്ലോ, ഈ വൈറ്റ് വെള്ള ലൈനുകൾ ഉണ്ടല്ലോ സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ചാടുമ്പോൾ ഭയങ്കരമായിട്ട് അതിന്റെ അടിയൊക്കെ ഭയങ്കര നോർമൽ കാറുകളിൽ ഭയങ്കര പ്രശ്നമാണ്. അത് മൊത്തത്തിൽ ആ ഒരു വൈബ്രേഷൻ വരും. പക്ഷെ അതൊക്കെ ചാടുമ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നും അറിയില്ല. FSDന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അതെ, പിന്നെ അത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ EV പ്ലാൻ ചെയ്യണേ, അപ്പൊ ഒരു 20 ലക്ഷം രൂപ ലെവലിലൊക്കെ EV പ്ലാൻ ചെയ്യുന്ന കസ്റ്റമേഴ്സ് എല്ലാം ശരിക്കും ഒരു 10 കിലോമീറ്ററെങ്കിലും മിനിമം ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. 10 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 5 കിലോമീറ്ററെങ്കിലും എടുക്കുക. 10 കിലോമീറ്റർ കഴിയുന്നുണ്ടെങ്കിൽ 10 കിലോമീറ്റർ ഓടിക്കുക. ഓടിച്ചിട്ട് ശരിക്കും നമ്മൾ ആ ഫീൽ ഉണ്ടല്ലോ, EVന്റെ ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ച എക്സ്പീരിയൻസ് ചെയ്യാൻ വേണം. കാരണം വെറുതെ നമ്മൾ EV പോയിട്ട് ഷോറൂമിൽ പോയിട്ട് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, ഓടിച്ചു നോക്കിയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. അതായത് ഈ FSDയുടെ സംഭവമൊക്കെ ശരിക്കും നമ്മൾ ഈ ഹൈവേയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ മോശം വഴിയിലൊക്കെ പോകുമ്പോൾ വേറെ EV ഓടിച്ച ആളുകൾക്ക് ഇത് ശരിക്കും മനസ്സിലാവും നല്ല കംഫർട്ടാണെന്നുള്ളത്. നമുക്ക് കറക്റ്റ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ബാക്കിൽ ഇരിക്കുന്ന ആളുകൾക്കും ആ ഒരു കംഫർട്ട് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. എന്താ വെച്ചാൽ പല ആളുകളും EV എടുത്തിട്ട്, ഇപ്പം നമ്മളെ വണ്ടിയിൽ നിന്നല്ല നോർമൽ മറ്റ് EVകൾ ഏതാണെങ്കിലും EV യൂസ് ചെയ്യുന്ന പല ആളുകളും പറയുന്ന ഒരു കംപ്ലൈൻറ്റ് ഞാൻ കേട്ടിട്ടുള്ളത്, റേഞ്ച്
കമ്പനി പറയുന്ന അത്രയും കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്ന അത്ര പോലെ എൻ്റെ വണ്ടി കിട്ടുന്നില്ല, അല്ലെങ്കിൽ വണ്ടീൻ്റെ കംപ്ലൈൻ്റ് ആണോ, അല്ലെങ്കിൽ EV പൊതുവേ മോശം അഭിപ്രായം പറയുന്ന കുറേ ആളുകളുണ്ട്. എന്ന് വെച്ചാൽ റേഞ്ചിൻ്റെ പ്രശ്നം. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരു ഐസ് എഞ്ചിൻ, അതായത് ഡീസലോ പെട്രോളോ ഓടിക്കുന്ന പോലെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും EV റേഞ്ച് കിട്ടില്ല. കാരണം അത് ശരിക്കും നല്ല മാറ്റമുണ്ട്. EVകൾ ഓടിക്കുമ്പോൾ അതിന് പ്രത്യേക രീതി, അതിനൊരു നേക്കുണ്ട്. അത് മനസ്സിലാക്കി ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറഞ്ഞ പോലെ മാക്സിമം റേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ. ശരിക്കും നമ്മളെ ഇപ്പം ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും നമ്മൾ മൈലേജ് ഡിപ്പെൻഡ് ഓൺ ഡ്രൈവാണ്. നമ്മൾ എങ്ങനെ ആക്സലറേഷൻ കൊടുക്കണോ അതിനനുസരിച്ച് മൈലേജ് കുറയും. നമ്മൾ മാക്സിമം ചെറിയ RPM-ൽ നല്ല ഒരു സ്മൂത്തായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് മൈലേജ് കിട്ടും. അതേപോലെ തന്നെയാണ് EV. പക്ഷേ EV ഓടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ റീജനറേഷനൊക്കെ ഉണ്ടല്ലോ, ശരിക്കും റീജനറേഷനൊക്കെ മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് റേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. അതിന് കുറേ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഒന്ന് വേണ്ട, നമ്മളെ EV XV4 തന്നെ ഫസ്റ്റ് ഇറങ്ങിയ മോഡലുണ്ടല്ലോ, അത് യൂസ് ചെയ്തൊരു കസ്റ്റമർ ഒരു റിവ്യൂ, ഞാൻ യൂസർ എക്സ്പീരിയൻസ് യൂട്യൂബിലുണ്ടായിരുന്ന ഒരു വീഡിയോ, ഒരു നല്ല ലെങ്ത്തുള്ളൊരു വീഡിയോ ഞാനന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ആൾ പറയുന്നുണ്ട് ഏകദേശം 370 കിലോമീറ്റർ ആള് ട്രിപ്പ് സെറ്റ് ചെയ്തിട്ട് ഫുൾ ചാർജിൽ ആൾ ഓടി. പക്ഷെ ഇതിൽ കാണിക്കുമ്പോൾ 320-330 കാണിക്കുക. പക്ഷെ അതിൽ കൂടുതൽ ഓടിച്ചു. കാരണം എന്ന് വെച്ചാൽ റീജനറേഷനൊക്കെ മാക്സിമം യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ആൾക്ക് ഈ 300-ന് താഴെയൊക്കെ ആയിരുന്നു റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ആൾ നോർമലി സാധാ കാർ ഓടിക്കുന്ന പോലെയാണ് ഓടിക്കുന്നത്. പക്ഷെ ഓടിച്ച് ആൾക്ക് അതെങ്ങനെ ഓടിക്കണം എന്നുള്ള ആ ഒരു ഇത് കിട്ടി. ആ ഒരു ട്രാക്കിൽ ആൾ എത്തിയതിനു ശേഷം ആൾ നല്ല രീതിക്ക് ഓടിക്കാൻ തുടങ്ങിയതിനു ശേഷം നല്ല റേഞ്ച് മാറ്റം വന്നു. അതിൽ റേഞ്ച് കൂടുതലായിട്ട് കിട്ടി. അതേപോലെ 340, 320, 300-ന് പ്ലസ് കിട്ടുന്ന കുറേ പേരുണ്ട്. അത് 350-ന് മുകളിലൊക്കെ കിട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചാണ്. ഇതെന്നല്ല, എക്സ്പോർട്ടബിളൊന്നല്ല, നമ്മൾ ഏത് EV ആണെങ്കിലും നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് റേഞ്ച് കിട്ടുന്ന ആ ഒരു റേഞ്ചിൽ വരുന്ന മാറ്റങ്ങൾ. നമ്മൾ ഡെലിവറി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും അതിനെ കുറിച്ചിട്ട് എങ്ങനെ ഓടിക്കേണ്ടത്, അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവിൻ്റെ സമയത്ത് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. നമ്മൾ ഓടിക്കുന്ന രീതി എങ്ങനെയാണ്, നമുക്ക് ആ റേഞ്ച് കിട്ടണമെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ റേഞ്ച് കിട്ടും. നമ്മളല്ല ഏത് വണ്ടിയാണെങ്കിലും കമ്പനി പറയുന്ന റേഞ്ച് എപ്പോഴും കിട്ടണമെന്നില്ല. അത് നമ്മൾ പല ആളുകളും ഒരു വീട്ടിൽ തന്നെ 3 പേര് വണ്ടി യൂസ് ചെയ്യണമെങ്കിൽ 3 ആൾക്കാരും ഡിഫറെൻറ്റ് ഡ്രൈവിംഗ് സ്റ്റൈലാവും. അതിപ്പോൾ ഞാൻ ഓടിക്കുന്ന പോലെ റേസ് ഓടിക്കുക, അല്ലെങ്കിൽ വേറൊരാൾ അങ്ങനെ ഓടിക്കുക, അക്ഷയ് വേറെ ലെവലിലാണ് ഓടിക്കുക. അതിനനുസരിച്ച് റേഞ്ചിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പെട്രോൾ വണ്ടിയാണെങ്കിലും ഡീസൽ വണ്ടിയാണെങ്കിലും അതിൻ്റെ മൈലേജിന് ഡിഫറൻസ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇതും. പിന്നെ EV ആകുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ റേഞ്ച് കൂടുതൽ കിട്ടും. അക്ഷയ് നല്ല ക്ഷീണത്തിലാണ്. രാവിലെ ഇതുവരെ അക്ഷയെന്ന് വണ്ടി ഓടിച്ചിരുന്നത്. അക്ഷയ് ഈ രാവിലെ ഇത്രയും നേരം ഓടിച്ചൊരു എക്സ്പീരിയൻസ് പറഞ്ഞു. സൗണ്ടിൽ ഒരു ഇത് കേൾക്കില്ല. നല്ല കംഫർട്ടായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഒരു EV അതാ പോകണം, XUV4 നമ്മളെ സെയിം കളർ കേട്ടോ. ഈ പെട്രോൾ വണ്ടികളും ഡീസൽ വണ്ടികളും അക്ഷയ് ഒരുപാട് വണ്ടികൾ ഓടിച്ചു. അക്ഷയ് നമ്മളെ അക്ഷയിനെ പരിചയപ്പെടുത്താൻ പറ്റുമോ? അക്ഷയ് ഒന്ന് പരിചയപ്പെടുത്തണം. ഇവിടെ ഇവാലുവേറ്ററായിട്ട് വർക്ക് ചെയ്യണേ. നമ്മളെ എക്സ്ചേഞ്ച് ഡിപ്പാർട്ട്മെന്റ് നോക്കുന്ന ആളാണ്. നമ്മളെ വണ്ടി കസ്റ്റമർ വാല്യുവേഷൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വെഹിക്കിൾ ഉണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ചിന്റെ വെഹിക്കിള് ഇവര് വന്ന് നോക്കി അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഇവരാണ്. വാല്യുവേഷൻ നോക്കിയിട്ട് ഇവരാണ് അതിന്റെ പ്രൈസും കാര്യങ്ങളും ഇടുക. ഫ്രണ്ടിലാരെ പോണ നോക്കി BMW XM. ഈ വണ്ടിന്റെ മൈലേജ് എത്ര അറിയോ? 1 ലിറ്ററിൽ 61.9 കിലോമീറ്റർ. 1 ലിറ്ററിനല്ലേ കമ്പനി പറഞ്ഞത്? 1 ലിറ്റർ ഗൂഗിൾ ചെയ്താറിയാ? അല്ല, 1 ലിറ്റർ വീഡിയോ സിൽക്സിന്റെ വണ്ടി കേട്ടോ. വീഡിയോ കാണുന്ന ആൾക്കാരായിരിക്കും. അല്ലല്ല, ഗൂഗിൾ ചെയ്താൽ അറിയാം. BMW XM മൈലേജ് സെർച്ച് ചെയ്താൽ മതി. ആ വണ്ടിക്ക് വേറെ പ്രത്യേകത ഉണ്ട്. അതിന്റെ ബാക്കിൽ ലോഗോ ഇല്ല. സാധാരണ സെൻട്രൽ BMW ലോഗോ വരുമല്ലോ, ലോഗോ ഇല്ല. പക്ഷെ മുകളിൽ 2 ലോഗോ ഉണ്ട്. ഒന്ന് ഈ സൈഡിലും ഒന്ന് ഈ സൈഡിലായിട്ട് 2 ലോഗോ ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കാത്ത അറിയോ? ഇതൊരു പഴയ BMW ഒരു മോഡലുണ്ട്, അതിൻ്റെ ഒരു ട്രിബ്യൂട്ട് എന്നുള്ളതിൽ അതിൽ ശരിക്ക് സൈഡിൽ 2 ലോഗോ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് അതേപോലെ നിലനിർത്തിയാണ് കുറച്ച് ക്ലാസിക് ലുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തല്ലേ. ശരിക്കും ഇത്രയും പ്രീമിയം വണ്ടികളൊക്കെ എത്ര മൈലേജ് കിട്ടുമെന്ന് ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും. ഇത് എന്തോ ഒരു ഹൈബ്രിഡ് ടെക്നോളജി ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് കാണിച്ചു തരാം. ഇത് പെട്രോളാണോ ഡീസലാണോ? പെട്രോൾ. അപ്പോൾ പെട്രോൾ ഹൈബ്രിഡ് ആകുമ്പോൾ എന്തായാലും മൈലേജ് ഉണ്ടാവുന്നതായിരിക്കും. എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്. ഇത് കണ്ടോ അതിൻ്റെ മൈലേജ് ഗൂഗിളിൽ. ഇത് BMW XM മൈലേജ് 61.9 കിലോമീറ്റർ. ഈ വണ്ടി കേട്ടോ അത്. ഇത് എത്ര പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് ഇതിപ്പോൾ അടുത്ത മറ്റേ നമ്മളെ ടോവിനോ തോമസ് എടുത്തിട്ടുണ്ടായിരുന്നു.
ആ ശരി. ഇതിൻ്റെ പ്രൈസും കൂടെ നമുക്ക് നോക്കാം. ഏകദേശം 2 കോടി സംതിങ് ഉണ്ടാവും. തിരിഞ്ഞ പോലെ BM പോയോ? ഇതിൻ്റെ പ്രൈസ് കേട്ടോ 2.6 crore, 2 കോടി 60 ലക്ഷമാണ് ഈ കാണുന്ന വണ്ടിൻ്റെ വില. സ്റ്റാർട്ടിങ് പ്രൈസ് ആവൂലേ? ഒരു അടിപൊളി സാധനം കേട്ടോ. ഇത് ഡിഫൻഡറോ? അല്ല, ഡിഫൻഡർ അല്ലല്ലേ, മാറിപ്പോയി. മഹീന്ദ്രൻ്റെ ഡിഫൻഡർ. എന്നിട്ട് ഡിഫൻഡറാണ് കളിയൊക്കെ ഒന്നും വേണ്ട. ഇന്ത്യയിൽ നല്ലൊരു ശതമാനം വണ്ടികൾ ഈ സെഗ്മെന്റിലുള്ള വണ്ടികൾ ഈ ബൊലേറോ നിയോ എന്ന് പറഞ്ഞ വണ്ടി ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ ഓൾ ഇന്ത്യ ലെവലിൽ കേരളത്തിലെ സെയിൽ നോക്കണ്ട, പുറത്ത് ഇപ്പൊ തമിഴ്നാട് അല്ലെങ്കിൽ നോർത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറിയുള്ള ഇറങ്ങണ വണ്ടിയാണത്. ജസീംക എങ്ങനെയുണ്ട് ഡ്രൈവിംഗ്? അടിപൊളിയാണ്. എൻജോയ് ചെയ്യുന്നുണ്ടോ? നന്നായിട്ട് എൻജോയ് ഉണ്ട്. കാരണം പൊതുവെ എനിക്ക് ഓട്ടോമാറ്റിക് വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല EV നമ്മൾ ഓടിക്കണത് നമ്മൾ അറിയണേ ഇല്ല, അത്രയും കംഫർട്ടാണ്. സ്റ്റാറിംഗ് ഒക്കെ നല്ല ഫ്രീ ആണ്. പിന്നെ ആക്സിലേഷനൊക്കെ നമ്മൾ മെല്ലെ കൊടുത്താൽ തന്നെ വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് പോകും. പിന്നെ ബ്രേക്കിംഗ് നമുക്ക് EV ആയതുകൊണ്ട് നമ്മൾ ആക്സിലേറ്റർ ഒന്ന് കാലെടുത്താൽ തന്നെ വണ്ടി പെട്ടെന്ന് സ്ലോ ആവും. അതുകൊണ്ട് ബ്രേക്കിംഗ് കുറച്ച് കൊടുത്താൽ മതി. ഞാൻ ഹാപ്പിയാണ്. ഞാൻ തന്നെ ഓടിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. റേസർ ഓടിക്കണം. ഞാൻ നിങ്ങളോട് ഈ സിഗ്നൽ കഴിഞ്ഞിട്ട് സൈഡാക്കാൻ വേണ്ടിയുള്ള പറഞ്ഞു. ഈ സിഗ്നൽ കഴിഞ്ഞിട്ട് ഒന്ന് സൈഡാക്കി തരുമോ? ഞാൻ കുറച്ചേരം എൻജോയ് ചെയ്യട്ടെ. സൈഡാക്കി തരാം. എത്ര റേസ് കുറച്ചേരം ഓടിച്ചോക്കെ. എന്റെ വണ്ടി എന്ന് പറയുമ്പോൾ നമ്മളെ ഓടിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളല്ല അതിന്റെ ഫീല്. ഞാൻ പറയില്ല, നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ തന്നെ വണ്ടി തന്നെ ഓടിച്ചാൽ തന്നെ നമുക്ക് ആ ഫീല് കിട്ടുള്ളൂ. നമ്മളങ്ങനെ കാണുമ്പോ വണ്ടികൾ പല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എക്സ്പീരിയൻസ് പറയുമ്പോ ആ ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയുമ്പോ നമ്മള് അല്ല, നിങ്ങളിങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് വണ്ടി ഓടിക്കണ കാണുമ്പോ ഒരു മൂടിയില്ലേ. ഞാൻ സൈഡാക്കാം. റേസ് കുറച്ച് ഓടിച്ചോളൂ. ഈ പാലം കഴിഞ്ഞിട്ടേലും സൈഡാക്കി തരോ? സൈഡാക്കി തരോ? ഒരു ഗ്യാപ്പ് കിട്ടട്ടെ. 7 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നല്ല കേട്ടോ. ഇതിങ്ങനെ ഫാസ്റ്റിലിട്ട് കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്ത് വരുന്ന വണ്ടികൾക്കൊന്നും കയറി പോകാൻ പറ്റില്ല. പക്ഷെ ഈ ഇതിന്റെ സ്പീഡേ നമുക്ക് പിന്നെ ഓവറായി കഴിഞ്ഞാൽ എന്തെങ്കിലും അല്ലെങ്കിൽ കൺട്രോളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? കാരണം ഇപ്പോൾ മുമ്പത്തെ ചില വണ്ടികളിലൊന്നും ESP ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിൽ ESPന്റെ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി സ്റ്റേബിൾ ആണ്. ഇത് എന്താ പറയാ, ഒന്നാമത് വെയിറ്റ് മൊത്തം ഇതാണല്ലോ വരുന്നത്, പ്ലാറ്റ്ഫോമിലാണല്ലോ വരുന്നത്. അതുകൊണ്ട് നല്ല സ്റ്റേബിൾ ആണ്. പിന്നെ അങ്ങനെ സ്റ്റെബിലിറ്റി പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തോന്നിയിട്ട്. സാധാരണ വണ്ടികളൊക്കെ ചാടുമ്പോൾ ഒന്നാമത് നല്ല അടി വരും, പിന്നെ ഭയങ്കര ബൗൺസിങ് വരും. ഇതിങ്ങനെ വണ്ടി മാക്സിമം പതിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ FSTന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, ഹൈ സ്പീഡിൽ സ്റ്റിഫ് ആവും, സ്ലോ സ്പീഡിൽ ചെറിയ സ്പീഡിൽ സ്മൂത്ത് ആവും. എന്ന് വെച്ചാൽ പിന്നെ ഈ പറഞ്ഞ വെള്ള ലൈനുകൾ ഇതൊന്നും ചാടുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് ചാടിപ്പോകും. ആ ഒരു ഫീല് വരുന്നില്ല, അതിന്റെ കറക്റ്റ് എഫക്റ്റ് ഉള്ളിലേക്ക് വല്ലാതെ എത്തുന്നില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്. റൈസേ ഇപ്പൊ നിലവിൽ ഇതിൽ 102 റേഞ്ച് കാണിക്കണം. അത് കുറച്ചു നേരം ഞാൻ മറ്റേ മോഡ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഏത് ആ മോഡിൽ ഓടിച്ച് ഫാസ്റ്റില്. ടോപ്പ് പെർഫോമൻസ് അല്ല, ഫിയർലെസ് അല്ല, ഫണ്ട് കഴിഞ്ഞിട്ടുള്ള നോർമൽ മോഡൽ. ഇപ്പൊ കുറച്ച് റേഞ്ചിൽ കുറവ് വന്നിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മളിപ്പോ ടോട്ടൽ ഓടിയത് എത്ര കിലോമീറ്റർ അറിയോ? ഞാൻ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 150 കിലോമീറ്റർ, 149, 150 കിലോമീറ്റർ ഇപ്പോൾ ഓടി. അപ്പോൾ നമ്മൾ എടുത്ത സമയത്ത് 245 ആയിരുന്നു. അപ്പോൾ ഒന്ന് മൈനസ് ചെയ്ത് എത്രയാണ് നമ്മൾ എടുത്ത സമയത്തുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ 245 ചെയ്തു. 245 ഇപ്പൊ 101 ഇപ്പൊ അതിൽ കാണിക്കുന്നത്. അപ്പോൾ 101 എന്ന് പറയുമ്പോൾ ഏകദേശം 145 കിലോമീറ്റർ ആണ് മൈനസ് എന്നുള്ളത്. അതായത് ടോട്ടൽ നമ്മൾ ഓടിയത് ഏകദേശം 149 കിലോമീറ്റർ. അപ്പൊ ഇതിൽ കുറഞ്ഞിട്ടുള്ളത് 145 കിലോമീറ്റർ ആണ് റേഞ്ച് കുറഞ്ഞുള്ളത്. ഇപ്പൊ ഏകദേശം നമ്മൾ ഓടിയിട്ട് ഏകദേശം സെയിം ആണ്. ഒരു 3-4 കിലോമീറ്റർ നമ്മൾ എക്സ്ട്രാ ഓടിയിട്ടുണ്ട്. അപ്പോ ഏകദേശം നമുക്ക് ആ റേഞ്ച് കിട്ടിയിട്ടുണ്ട് അല്ലേ? കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ വേറെ കാര്യം കാണിച്ചുതരാം. നമുക്ക് AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡിഫറൻസ് വരും കേട്ടോ. ഞാൻ AC ഓഫ് ചെയ്തു. ഇപ്പൊ 101 111 ആയി. അത് 10 കിലോമീറ്റർ അഡീഷൻ കിട്ടി. അപ്പൊ അതപ്പോ നമുക്ക് റേഞ്ചിന്റെ എന്തെങ്കിലും കൺഫ്യൂഷനോ ആങ്സൈറ്റി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്താൻ അങ്ങനെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് AC ഓഫ് ചെയ്യണം. നമ്മള് റെക്കമെൻഡ് ചെയ്യല്ല, കുറച്ചും കൂടെ ഓടാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ലൊക്കേഷൻ എത്താനായിട്ടുണ്ട് കേട്ടോ. കസ്റ്റമർ എവിടെ കറക്റ്റ് സ്ഥലം എവിടെ പറഞ്ഞു? ഇത് കളമശ്ശേരി സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അങ്ങനെ നമ്മൾ കസ്റ്റമറെ കണ്ട് ഇറങ്ങി കേട്ടോ. ആള് ഓഫീസിൽ പോയിട്ട് ആളെ മീറ്റ് ചെയ്തു. നമ്മൾ
കുറച്ച് ടൈം അധികം സ്പെൻഡ് ചെയ്തില്ല അവിടെ. കുറേ ടൈമായിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ കയറിയിട്ട്. അപ്പം ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ ബുക്കിംഗ് എടുത്തു അല്ലേ? ബുക്ക് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായിട്ട് ഇനിയിപ്പോൾ ലോണിൻ്റെ കാര്യങ്ങളും കൂടെ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ അടുത്തന്നെ ഒരു ഡെലിവറി ചെയ്യും. ഓക്കെ. എന്തായാലും നമുക്കിനി പോണ വഴിക്കൊന്ന് വേണമെങ്കിൽ കുറച്ച് ടൈമിൽ ചാർജ് ചെയ്യാമല്ലേ വണ്ടി? എന്തായാലും കുറച്ച് ചാർജ് എക്സ്ട്രാ ഉണ്ടായിക്കോട്ടെ. നമ്മളിവിടെ എവിടെയെങ്കിലും ഒരു ചാർജിങ് സ്റ്റേഷനിൽ നോക്കിയിട്ട് വണ്ടി ചാർജ് ചെയ്തിട്ട് വേണം പോകാൻ വെച്ചാൽ വണ്ടി നമ്മളവിടെ പുറത്താണ് കേട്ടോ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഒന്ന് ചാർജ് ചെയ്യണം. അപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷൻ നമ്മളവിടെ 1-2 കണ്ടു വെച്ചിട്ടുണ്ട്, നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ചെന്നിട്ട് അടുത്ത് തന്നെ ഒരു 8 കിലോമീറ്ററാണ് നമുക്ക് ഇവിടുന്ന് പോകാനുള്ളത് സ്റ്റേഷനിൽ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒന്ന് ചാർജ് ചെയ്താലോ? അവിടെ ചെയ്തിട്ട് പോകാൻ പറ്റും. കുറച്ച് ചാർജ് എന്തായാലും ബാലൻസ് ഉണ്ടായിക്കോട്ടെ. എന്തായാലും ഭക്ഷണം കഴിക്കാണല്ലോ അപ്പോൾ ചാർജ് ചെയ്തിട്ട്. ഓക്കെ, ചെയ്തിട്ട് പോകാം. ഞങ്ങളങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മളെ വണ്ടി ഒന്ന് ജസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലുലു മാളിൽ വന്ന കേട്ടോ. നമ്മുടെ ഗോയിസി എന്ന് പറഞ്ഞ ചാർജിങ് സ്റ്റേഷനിലാണ് നിർത്തിയിട്ടുള്ളത്. BYD Atto 3 അതേപോലെ ടിയാഗോയുടെ EVയും തൊട്ടപ്പുറത്ത് നമ്മളെ XUV 400 നമ്മൾ ചാർജിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിലായിട്ട് ചാർജ് ചെയ്തു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് രണ്ടും ചാർജിങ് ഓൾറെഡി അവിടെ മെട്രോ അത് പോകും. അപ്പോൾ നമ്മൾ വന്ന സമയം കൊണ്ട് ഈ 2 വണ്ടി ഓൾറെഡി ഇവിടെ ചാർജിലുണ്ട് കേട്ടോ. ഇത് രണ്ടും മറ്റേ 60 കിലോവാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് 25 കിലോവാട്ടിൻ്റെ ചാർജിങ്ങിലാണ്. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചാർജ് ആകുന്നതിൻ്റെ ഇരട്ടി സമയം എടുക്കും. ഇതിവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ചാർജ് ആവേണ്ടത് അവിടെ ആകുമ്പോൾ 1 മണിക്കൂർ എടുക്കും. കാരണം അതിൻ്റെ കേബിൾ കണ്ടോ, ചെറിയ കേബിളാണ്. അപ്പോൾ നമ്മളിതിലാണ് തൽക്കാലം ചാർജിങ്ങിന് ഇട്ടിട്ടുള്ളത്. എന്തായാലും ഇവർ കുറച്ച് ഇതിൽ അധികം ഏകദേശം എനിക്ക് തോന്നുന്നത് ടിയാഗോ EV കഴിയാനായിട്ടുണ്ട്. 77% ഉണ്ടോ. അതേപോലെ BYD ആണെങ്കിൽ 44%. അപ്പോൾ ഇതിപ്പോൾ ഇവരിപ്പോൾ ജസ്റ്റ് കുത്തിയിട്ടേ ഉള്ളൂ. അപ്പം ഇത് കുറച്ച് കഴിഞ്ഞാൽ എടുക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടേക്ക് മാറ്റി കുത്താം. അപ്പോൾ നമ്മൾ അധികമൊന്നുമില്ല, കുറച്ചാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ചാർജ് ചെയ്തതിന് ശേഷം നേരെ പോകും കേട്ടോ. ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വന്ന കേട്ടോ. ഇനി ഫുഡ് കോർട്ടിൽ പോയിട്ട് കഴിക്കണം. പക്ഷെ അത് ബില്ല് ചെയ്യാൻ നോക്കിയപ്പോൾ ഇത്രയും സാധനം പെൻഡിങ് ആണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇത് ബില്ല് ചെയ്യാൻ. ഇതിലൊക്കെ ഒന്ന് കറങ്ങി വന്ന് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചാർജ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ എത്തിയ സമയത്ത് കണ്ടതാണ് BMW iX ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കണ്ടോ. അങ്ങനെ ഞങ്ങൾ ലുലുന്ന് ഇറങ്ങി, ലുലുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ചാർജൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ട് നേരെ പിന്നെ അവിടെ നിർത്തിയിട്ടില്ല. നേരെ പിന്നെ ഇപ്പോൾ തൃശ്ശൂരെത്തി. ചെറിയ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എറണാകുളത്ത് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അല്ലേ റൈസേ? ആക്ച്വലി നല്ല ക്ഷീണത്തിലാണ്, എന്താണെന്നറിയില്ല. ഫ്രണ്ട് സീറ്റിലും ബാക്കിൽ ഇരിക്കാൻ കുറേ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ഫ്രണ്ടിലിരുന്നോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പോൾ തൃശ്ശൂരെത്തി. ഏകദേശം ഇപ്പോൾ 6 മണിയായി ടൈം. ഇനിയിപ്പോൾ നേരെ കോട്ടക്കൽ പിടിക്കാനാണ്. ഇപ്പോൾ ഏകദേശം എത്ര റേഞ്ച് ഉണ്ട് റൈസേ? ഇപ്പോൾ 130 കിലോമീറ്റർ 130 റേഞ്ച് കാണിക്കണ്ടല്ലേ? ഓക്കെ. ചാർജ് ചെയ്തിട്ട് ഏകദേശം 185 ചാർജ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 55 കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടി കഴിഞ്ഞു. 55 55 അത് കൂടുതൽ ഓടി. ഓക്കെ. ചെയ്തപ്പോൾ തോന്നുന്നു ഏകദേശം ഒരു 58-59 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. അവിടെ ലുലുവില് ചാർജിങ്ങിന് അവിടെ പാർക്കിങ്ങിന് വേറെ ഫീസ് മേടിക്കണ്ടല്ലേ? നമ്മൾ ചാർജിങ് ശരിക്ക് നമ്മൾ ഗോയിസിന്റെ ചാർജിങ് സ്റ്റേഷനിലാണ് ചാർജ് ചെയ്യുന്നത്. അതെ. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ ഓൾറെഡി പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് പുറമെ പാർക്കിങ്ങിന് വേറെ ഫീസ് കൊടുക്കണം 2 മണിക്കൂർ. അത് സംസാരിച്ച് നോക്കി. പക്ഷെ എന്താ വെച്ചാൽ അവര് റെന്റ് പോലെയാണ് വാങ്ങണത്. അപ്പൊ ലുലുവില് കയറിയാലും ഇല്ലെങ്കിലും അവിടുത്തെ പൈസ എമൗണ്ട് അവിടെ കൊടുക്കണം. തൃശ്ശൂരും അത്യാവശ്യം റഷാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് അല്ലേ? സമയം അങ്ങനെ ഏകദേശം 6:45-7 മണിയായില്ലേ? X7 ആണ്. അപ്പോൾ നമ്മൾ നീ തിരിച്ചു പോകട്ടെ. നമ്മളൊന്ന് സൈഡാക്കിയാണ് നമ്മളെ വണ്ടി ഇത് അവിടെ കിടക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ജസ്മുഖ? നല്ല ഡ്രൈവായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ട്രാഫിക്കിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലാത്ത ഡ്രൈവായിരുന്നു. അടുത്ത് നിങ്ങൾ ഓടിക്കല്ലേ? അക്ഷയ് ബാക്കിൽ കിടക്കണം. എന്നാ വണ്ടി എടുത്തോളി.
അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കുറ്റിപ്പുറം കഴിഞ്ഞ് തിരുനാവായ റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 8:40 തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊന്ന് ഫുഡ് കഴിച്ചു, എടപ്പാള വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ നിർത്തി, ഫുഡ് കഴിച്ചു. അതെ, ഫുഡ് കഴിച്ചു. അവിടെ ഒരു കടൽ കയറി ഫുഡ് കഴിച്ചു. ആ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. റേഞ്ചിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ട്രാഫിക്കുള്ള സമയത്ത് റേഞ്ച് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഓർഡിനനുസരിച്ച് വ്യത്യാസം വന്നിരുന്നു. നമുക്കിനിപ്പോൾ ബാക്കി ബാലൻസിൽ ഏകദേശം ഒരു 10-20 കിലോമീറ്ററും കൂടെ നമുക്ക് ഓടാനുള്ളൂ. ഏകദേശം 72 കിലോമീറ്റർ ഉണ്ടോ, 25%. 72 കിലോമീറ്റർ ആണ് ഇനി നമുക്ക് ബാക്കി ഓടാനുള്ള റേഞ്ച്. നമ്മൾ കുറച്ച് അവിടെ നിന്ന് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലുലു വെച്ച് നമ്മൾ ചാർജ് ചെയ്തല്ലോ. എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും ഒരു 10% താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലിംഫ് മോഡാണോ, ഉച്ച ചെയ്യണ പോലെ ഇങ്ങനെ ആമ മോഡ് എന്ന് പറയും, ലിംഫ് മോഡ്. അപ്പോൾ അതായി കഴിഞ്ഞാൽ ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അഡീഷണൽ ചാർജ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫുൾ ചാർജ് ചെയ്തിട്ട് നമ്മൾ മലപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ എറണാകുളം പോയിട്ട് തിരിച്ചു വരാം. അതെ, ഇനിയിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് 86% എത്രയായിരുന്നു, 245 കിലോമീറ്റർ എന്തായിരുന്നു റേഞ്ച് ഉണ്ടായിരുന്നത്. ഫുൾ ചാർജ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുൾ ചാർജ് ചെയ്തിട്ട് 100% നിന്ന് എടുക്കണം എന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ രാത്രി ചാർജ് ചെയ്യാൻ വെച്ച സമയത്ത് എത്ര പെർസെൻറ്റേജ്, 13% എന്താണ്. പിന്നെ നമ്മള് XV400 3 ടൈപ്പ് ചാർജിങ്ങാണ് വരുന്നത്. അതിൽ ഒന്ന് AC ചാർജിങ്, 2 ടൈപ്പ് AC ചാർജിങ്ങും ഒരു DC ചാർജിങ്ങും. ഇപ്പോൾ AC ചാർജിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ലോ ചാർജിങ് ആണ്. അത് 3.2 കിലോവാട്ടിൻ്റെ ഏകദേശം 13.5 മണിക്കൂറോളം ടൈം എടുത്തിട്ടുള്ള സ്ലോ ചാർജിങ്ങും, രണ്ടാമത് AC തന്നെ 7.2 കിലോവാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് AC. അത് ഏകദേശം 6.5 മണിക്കൂറും ടൈം എടുക്കും. പിന്നെ ഉള്ളതാണ് DC ഫാസ്റ്റ് ചാർജിങ്. അതാണ് നമ്മൾ പുറത്ത് ഒരു 60 കിലോവാട്ടിൻ്റെ ഒക്കെ ചാർജിങ് അതിൽ ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ട് പുറത്തുനിന്ന് ചെയ്യുമ്പോൾ ഏകദേശം 50 മിനിറ്റ് കൊണ്ട് 80% നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഇന്നലെ നമ്മൾ രാത്രി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 13.5 മണിക്കൂർ ടൈം എടുത്തിട്ട് ചെയ്യുന്ന സ്ലോ ചാർജിങ്ങാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്ത സമയത്ത് നമ്മൾ രാത്രി കുത്തി വെച്ചിട്ട് ഏകദേശം ഒരു 8:30-9 മണിക്കാണ് രാത്രി നമ്മൾ കുത്തിയേക്കുന്നത്. 5:30 മണിക്ക് നമ്മൾ വണ്ടി എടുത്ത് ചെയ്തു. ഏകദേശം ഒരു 9 മണിക്കൂറോളം ചാർജ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്ത സമയത്ത് 86% എന്തോ ആണ് ചാർജ് ഫിൽ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ഫുൾ ചാർജ് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല. ഫുൾ ചാർജ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നമുക്ക് ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു. എന്തായാലും ഏകദേശം 25% ഇപ്പം നിലവിൽ ബാക്കിയുണ്ട്. ഷോറൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 10% ഒക്കെ ബാലൻസ് ഉണ്ടാവും. 10 ഒരു 10-15% ബാലൻസ് ഉണ്ടാവും വിചാരിക്കാം അല്ലേ? അതെ, പക്ഷേ ബാക്കിയും കൂടെ കാണിച്ചു തരണം. നമ്മള് പിന്നെ ഇങ്ങനത്തെ ലോങ് ട്രിപ്പ് അല്ലെങ്കിൽ എറണാകുളം പോണ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സേഫ് ആയിട്ട് ചാർജ് ചെയ്തിട്ട് പോവാണ് നല്ലത്. അതെ, 300 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈവിങ്ങിന്റെ രീതി അനുസരിച്ച് പല ആൾക്കാരും പല രീതിയിൽ ഡ്രൈവ് ചെയ്യാം. ചിലപ്പോ 250, ചിലപ്പോ 300. അതെ, ചിലപ്പോ അതിൽ കൂടുതലും കിട്ടാം. അപ്പൊ നമ്മള് സേഫ് ആയിട്ട് കുറച്ച് റേഞ്ച് പോയതാണ്. ട്രാഫിക്കിൽ കുറെ ടൈം നമ്മൾ നിന്നു. അതെ, കുറച്ച് ചൂടുള്ള സമയം ട്രാഫിക്കിൽ കൂടുതൽ ടൈം AC-ലൊക്കെ ഇരിക്കുമ്പോൾ റേഞ്ച് കമ്പാരിറ്റീവ്ലി കുറയും. പിന്നെ എന്താ വെച്ചാൽ കുറച്ച് ദൂരം നമ്മൾ മറ്റേ ഫാസ്റ്റ് മോഡിലൊക്കെയാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ട്രാഫിക്കിൽ നിന്നാണ് വിട്ടപ്പോൾ പിന്നെ ഒന്ന് ഓപ്പൺ റോഡ് കിട്ടിയ സമയത്ത് കുറച്ച് ഫാസ്റ്റിലൊക്കെ ഇട്ട് ഓടിച്ചു. അപ്പോൾ അതൊക്കെ കാരണം നമുക്ക് കുറച്ചുകൂടെ റേഞ്ചിൽ ഇത് വന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ ഒരു ഫുൾ ചാർജിൽ ഏകദേശം 300 കിലോമീറ്റർ ആണ് ഞാനിവിടെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ അവിടെ നിന്ന് എടുത്ത സമയത്തുള്ള ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നോക്കാം, 285 കിലോമീറ്റർ, ഏകദേശം 285. സൂം ചെയ്യും വണ്ടി തിരിച്ചു. അപ്പോൾ ഉള്ളൊരു സംശയം എന്താ വെച്ചാലേ, ഇപ്പോൾ EV നമ്മളിത് ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് എറണാകുളം പോയി വന്നു. സാധാരണ ഇപ്പോൾ ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു EV ഇപ്പോൾ ഒരു പുതിയൊരു വണ്ടി എടുത്തൊരു കസ്റ്റമർക്ക് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എറണാകുളം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. പുള്ളിക്ക് ഇപ്പോൾ ധൈര്യമായിട്ട് ഇപ്പോൾ എറണാകുളം പോയിട്ട് ഇപ്പോൾ ചാർജ് ചെയ്യാതെ പോയി വരാൻ പറ്റുമോ, അതോ നല്ല സേഫായിട്ട് ചാർജ് ചെയ്ത് പോയി വരുന്നതാണ് നല്ലത്? എത്തിക്കഴിഞ്ഞാൽ ടൈം ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാം. അതായത് ഫുൾ ആക്കാൻ ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ മാക്സിമം ഫുൾ ചാർജ് ചെയ്യാം. ഓക്കെ, എന്നാൽ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ആ റേഞ്ച് ആങ്സൈറ്റിയോ കാര്യങ്ങളൊന്നുമില്ല, നേരെ അവിടെ നിന്ന് എടുക്കാം, തിരിച്ചു പോരില്ല. കാരണം ഒരു 150 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഓടും. അവിടെ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. മറ്റേത് അവിടെ എത്തിയിട്ട് തിരിച്ചു വരുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യും, ഈ 300 കിലോമീറ്റർ കവർ ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ റേഞ്ചിൽ ഇൻ കേസ് എന്തെങ്കിലും ചെറിയ കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഇടക്ക് ഒന്നും ചാർജ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം ബുദ്ധിമുട്ടല്ലേ? അതെ. അപ്പോൾ കുറച്ചും കൂടെ സേഫായിട്ട് പൊതുവെ EV-കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ട് ഓടിക്കും വേണം. നമ്മളിപ്പോൾ ഇത് റേഞ്ച് കിട്ടാനേ അല്ലെങ്കിൽ പിന്നെ മൈലേജ് കിട്ടാനേ ശരിക്ക് നമ്മൾ ഏത് രീതിയിലാണ് വണ്ടി ഓടിക്കേണ്ടത്? ഒരു സ്പീഡ് കാര്യങ്ങൾ നമ്മൾ കമ്പനി ഒരു സ്പീഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവുമല്ലോ. കറക്റ്റ് ഇപ്പോൾ നമ്മൾ ഡീസൽ വണ്ടി പെട്രോൾ വണ്ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ RPM നോക്കി ഓടിക്കാന്നറിയാലോ.
അപ്പോൾ ഇതിന്റെ ഒരു രീതി ശരിക്ക് ആവറേജ് ഇപ്പോൾ നമ്മൾ സ്പീഡ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഒരു അത്യാവശ്യം ഇപ്പോൾ കമ്പനി 300 പറയുന്നുണ്ടെങ്കിൽ സേഫായിട്ട് നമുക്ക് 300 കിട്ടണം. ഒരു കസ്റ്റമർക്ക് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് എറണാകുളം പോയി വരണം, ആ ഒരു റേഞ്ചിൽ തന്നെ സേഫായിട്ട് പോയി വരണമെന്നുണ്ടെങ്കിൽ ശരിക്കും എത്ര സ്പീഡിൽ ഓടിച്ചാലാണ് നമുക്ക് ആ കമ്പനി പറയുന്ന റേഞ്ച് കിട്ടുക? സ്പീഡ് എന്ന് പറയുമ്പോൾ EV കൂടുതലായിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ പോലെ തന്നെ കൂടുതൽ ബാറ്ററി ഡ്രെയിൻ ആവും. ഓക്കെ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് നമ്മൾ ഈ മീറ്ററിൽ പവർ അതേപോലെ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു നീഡിലുണ്ട്. ആ നീഡിൽ നല്ലോണം ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നത് നമുക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ. അതേപോലെ നമ്മൾ ആക്സിലറേഷൻ വിട്ടിട്ട് ഇപ്പം എൽ മോഡ്, നമ്മൾ ലൈവ്ലി മോഡ് പറഞ്ഞല്ലോ, റീജനറേഷൻ മോഡ്, ആ മോഡിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ബ്രേക്കിൽ കാല് വിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്സിലറേഷൻ വിടുന്ന സമയത്തൊക്കെ ചെറിയൊരു വണ്ടിക്ക് പിടുത്തം വരും. ആ സമയത്ത് റീജൻ നടക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് ഈ നീഡിൽ നേരെ താഴേക്ക് ചാർജ് എന്ന് പറഞ്ഞൊരു പോയിന്റിൽ പോകും. അത് മാക്സിമം ചാർജ് ആക്കിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ പവർ എടുക്കാതെ ഈ നീഡിൽ മാക്സിമം ഒരു സെൻട്രൽ പോയിന്റിൽ വെച്ചിട്ട് ഇത് ആക്സിലറേഷൻ മാക്സിമം ഒരു കറക്റ്റ് ഒരു മൊമെന്റം കീപ്പ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ മാക്സിമം റേഞ്ച് കിട്ടും. ഓക്കെ. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിച്ചിട്ട് ഓടിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ EV എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ നോക്കി ഓടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കമ്പനി പറഞ്ഞ റേഞ്ച് കിട്ടുന്നതാണ് പറയുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ പുത്തനത്താണ് എത്തിയിട്ടുണ്ട്. ഏകദേശം ഷോറൂമിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. സമയം 9 മണി കഴിഞ്ഞിട്ടോ. അപ്പോൾ നല്ലൊരു കിടിലൻ ഡ്രൈവ് ആയിരുന്നു. ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂർ ഭാഗത്തൊക്കെ. അപ്പോൾ അവിടെ നിന്നൊക്കെ കുറച്ച് നേരം നമ്മൾ ലോക്കായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 9 മണിയായപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ആ ഒരു യാത്രേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജസീംക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ നല്ല കംഫർട്ടായിരുന്നു. EVയിൽ മുമ്പൊരു ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ലോങ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് ഇത്ര ലോങ് ഒരു ഡ്രൈവ് അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന് എറണാകുളം വരെ ഒരു നല്ലൊരു യാത്ര പോയി വരുന്നത്. ഇതും ഒരുപാട് വണ്ടീനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഡ്രൈവിൽ ലോങ് ഡ്രൈവ് ആകുമ്പോൾ പിന്നെ വണ്ടിയിലെ കംഫർട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്ക് സീറ്റ് കംഫർട്ട് എല്ലാം വണ്ടി ഉപയോഗിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ലോങ് ഡ്രൈവിൽ നമുക്ക് മനസ്സിലാവും. മൊത്തത്തിൽ നമ്മൾ ഈ യാത്രയിൽ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള ഞാനിവിടെ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ് ഞാൻ ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഷോറൂമിൽ എത്തിയിട്ട് ഇത് ഈ ട്രിപ്പിൽ നമ്മൾ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ കറക്റ്റ് ഇതിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റ് പോലത്തെ അങ്ങനെ ഒരു വീഡിയോ അല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേയൊക്കെ ഫാസ്റ്റ് മോഡിലും പിന്നെ കുറച്ച് ട്രാഫിക്കിലൊക്കെ കുറേ ടൈം നിന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഓടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു റേഞ്ചല്ല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് XC40 കറക്റ്റ് റേഞ്ച് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളത് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ വേൾഡ് റേഞ്ച് ടെസ്റ്റ് വേണമെങ്കിൽ ഒരിക്കൽ ചെയ്യാമല്ലേ? അതെ. ഓക്കെ. കറക്റ്റ് EV XC40 എത്ര കിലോമീറ്റർ ഫുൾ ചാർജിൽ ഓടും എന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ യാത്രാ കംഫർട്ടും ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ മെയിൻ എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ. ലോങ് യാത്രക്കൊക്കെ അടിപൊളിയായിട്ട്, കാരണം കുറേ ബമ്പും കാര്യങ്ങളും പിന്നെ കുഴികളൊക്കെ മാക്സിമം നമുക്ക് അത്രയും ആ ഒരു ഇമ്പാക്റ്റ് ഉള്ളിലേക്ക് വരാത്ത രീതിയിൽ വണ്ടി മാക്സിമം മാനേജ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസും എടുത്ത് പറയേണ്ട കാര്യം, കാരണം ഭയങ്കര മോശം റോഡുകളായിരുന്നു. മെയിനെന്ന് വെച്ചാൽ നല്ല ആഴത്തിലുള്ള കുഴികളാണ്. ഇതൊക്കെ ചില സമയത്ത് നല്ല സ്പീഡിൽ പോയിട്ട് ചാടിയിട്ട് പോലും അടി തട്ടുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആ ഒരു കാര്യം പറയണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കുന്ന സമയത്ത് ഇവരൊക്കെ കിടന്നുറങ്ങിയിരുന്നു, പ്രത്യേകിച്ച് അക്ഷയൊക്കെ. അപ്പോൾ അത്രയും യാത്രാ കംഫർട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റണം. ഭയങ്കര കംഫർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. നമ്മൾ പൊതുവേ EVകളാകുമ്പോൾ എന്ന് വെച്ചാൽ ഒന്നാമത് സൈലന്റ് ആണല്ലോ. പിന്നെ അതിന്റെ പുറമെ ഈ സസ്പെൻഷൻ അത്യാവശ്യം ഉള്ളിലേക്ക് ആ ഒരു ഇമ്പാക്ട് കാണും. ആടുന്നൊന്നും അത്രത്തോളം ഉള്ളിലേക്ക് ആ ഒരു ഇമ്പാക്ട് വരുന്നത് മെയിനായിട്ട് ഇതിൽ FSD ഉണ്ടായതുകൊണ്ടാണ് ഒന്നുകൂടി അത്രയും സസ്പെൻഷൻ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുണ്ടുവഴി വരുമ്പോഴൊന്നും അത്ര അറിയില്ല. പിന്നെ ചെറിയ ബമ്പും കാര്യങ്ങളൊന്നും നമുക്ക് അതിന്റെ ഇമ്പാക്ട് ഉള്ളിലേക്ക് വരില്ല. നല്ല കംഫർട്ടാണ്, നല്ല സ്പേഷ്യസ് ആണ് ഉള്ളിലിരിക്കാൻ. ഡ്രൈവ് ചെയ്യാനാണെങ്കിൽ നല്ല റിലാക്സ് ആയിട്ട് ഒരു ഡ്രൈവിംഗ് പൊസിഷനാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രൈറ്റും കൂടെ ആണ്. അതുകൊണ്ട് കറക്റ്റ് നമുക്ക് എല്ലാ ഏരിയയും കണ്ടിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കാനും പറ്റും. ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ള അല്ലെങ്കിൽ 4.2 മീറ്റർ ലെങ്ത് ഉള്ളൊരു വണ്ടി കൂടിയാണ്. പക്ഷേ നമുക്ക് വലിയൊരു വണ്ടി ഓടിക്കണം ഫീൽ ഒന്നുമില്ല. ചില വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ഓടിച്ച് പോകാനും പറ്റുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഓടിക്കാനും. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളെ നാട്ടിലെത്തിയിട്ടോ. കറക്റ്റ് കണ്ടോ, 300 കിലോമീറ്ററാണ് നമ്മൾ മൊത്തത്തിൽ ഓടിയിട്ടുള്ളത് ട്രിപ്പ് ഇവിടുന്ന് സെറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ നമ്മൾ പോയിട്ട് ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 310 കിലോമീറ്റർ നമ്മൾ ഫുൾ ചാർജിൽ യാത്ര ചെയ്തു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് EVയുടെ ഈ ഒരു യാത്രയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും പറയാനുള്ളത്. അപ്പം മൊത്തത്തിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. പിന്നെ EVനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലും പിന്നെ അതേപോലെ നമ്മളെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസീംക, എന്താണ് നമ്മളെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? അപ്പോൾ EVയുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക.
പിന്നെ വണ്ടികൾ ഇപ്പോൾ നമ്മൾ മഹീന്ദ്രയുടെ ഏത് വണ്ടികളാണെങ്കിലും പ്രത്യേകിച്ച് XUV അക്ഷയ് ആണെന്നുണ്ടെങ്കിൽ ആള് കുറച്ച് ടയേർഡ് ആയിട്ടുണ്ട്, അപ്പം ആള് വേഗം പോവാണ് കേട്ടോ. അവർക്ക് എന്താ വെച്ചാൽ ഇന്നലെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് ആൾ കിടന്നുണ്ടായിരുന്നത്, പിന്നെ നേരത്തെ 5 മണിക്ക് നീച്ച് പോകുകയും ചെയ്തല്ലോ, അപ്പോൾ ഉറക്ക ക്ഷീണമുണ്ട്, ആൾ പെട്ടെന്ന് പോവാണ്. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം, വേറെ കാര്യങ്ങളൊന്നും പറയാമല്ലോ. ഇല്ല. അപ്പോൾ എന്താ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പിന്നെ റേഞ്ചിൻ്റെ ഒരു കറക്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പം അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയിൽ കൊണ്ട് കാണാൻ.